അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി, ആൻസർ എനി 5 ഫ്രം ഗിവൺ 7 ആക്ടിവിറ്റീസ് ആണ്. ദ ഏർലിയർ ഫോം ഓഫ് ഡെമോക്രസി എമർജ്ഡ് അറ്റ് അത്തൻസ് ഇൻ ഗ്രീക്ക്. ഡിഫൈൻ ഡെമോക്രസി. കമ്പയർ ആൻഡ് ലിസ്റ്റ് ഔട്ട് ഡയറക്റ്റ് ഡെമോക്രസി ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി അല്ലേ. അപ്പോൾ ഡിഫൈൻ ഡെമോക്രസിയും പിന്നെ കമ്പയർ ഡയറക്റ്റ് ഡെമോക്രസിയും ഇൻഡയറക്റ്റ് ഡെമോക്രസിയും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡെമോക്രസിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഡെമോക്രസി ഈസ് ദ സിസ്റ്റം ഇൻ വിച്ച് ദ പീപ്പിൾ ദംസെൽസ് ഓർ ദെയർ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് മേക്ക് ഡിസിഷൻസ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. ഇനി ഡയറക്റ്റ് ഡെമോക്രസിയും ഇൻഡയറക്റ്റ് ഡെമോക്രസിയും നോക്കാം. ഡയറക്റ്റ് ഡെമോക്രസി, പീപ്പിൾ ആർ ഡയറക്ട്ലി ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ് possible in areas with less population. Citizens have the right to participate in the decision making process. ഇനി ഇൻഡയറക്റ്റ് ഡെമോക്രസിയിൽ റെപ്രസെൻറ്റഡ് elected by the people, rule on behalf of the people, exist in countries with large population and geographical areas. Activity 2, the direction and index are the essential components of map. Write the index for the symbols in given table. അല്ല, ഈ സിമ്പിൾസ് എന്തിനെയാണ് ഇൻഡെക്സ് ചെയ്യുന്നത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സിമ്പിൾ വില്ലേജ്, സെക്കൻഡ് അല്ലേ സീപോർട്ട്, തേർഡ് റിവർ, മറ്റേത് ലാസ്റ്റ് റെയിൽവേ അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾസൊക്കെ പഠിച്ചു വെച്ച് പോവുക. Activity 3, advances in science and technology have paved the way for gain leaps in communication. First question, explain interpersonal communication and mass communication. Communication is the exchange of message or idea from one person to another. The tools used the same or called interpersonal communication tools. Mass communication എന്ന് പറഞ്ഞാൽ ഡെലിവറി ഓഫ് മെസ്സേജ് ഓർ ഐഡിയ ടു ലാർജ് ചങ്ക് പീപ്പിൾ. മാസ് മീഡിയ ആർ ദ മീഡിയ യൂസ് ഫോർ ദ പർപ്പസ്. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ്റെ എക്സാമ്പിൾ ഇമെയിൽ, ടെലിഗ്രാം, കമ്പ്യൂട്ടർ, ഇല്ലാൻഡ് ഇതൊക്കെയാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ്റെ എക്സാമ്പിൾ റേഡിയോ, ന്യൂസ് പേപ്പറാണ്. അപ്പോൾ നമ്മൾ ബി ക്ലാസിഫൈ ദ ഫോളോവിങ് ആസ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ആണ്. അത് നമ്മൾ ഓൾറെഡി അവിടെ ഡിസ്കസ് ചെയ്തു അല്ല. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും മാസ് കമ്മ്യൂണിക്കേഷൻ്റെയും എക്സാമ്പിൾ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്തത് നോക്കാം. Activity 4, soil is one of the main factors responsible for the existence of life on earth. A, what are the activities that adversely affected the unique characteristic of soil? B, list out the measures that can be adopted for the conservation of soil. ഈ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം. Excessive use of fertilizer and pesticides, excessive impact of waste including plastic, unscientific mining activities, unscientific agricultural practices, unscientific human construction, deforestation. B എന്താണ്? Expansion of mangrove forest, use of coir geotextiles, construction of stone wall fence, terrace farming, construction of embankments in coastal area. ആക്ടിവിറ്റി 5 കണ്ടില്ലേ നിങ്ങൾ? ആർട്ടിക് ഓഷ്യന്, അറ്റ്ലാന്റിക് ഓഷ്യന്, നോർത്ത് അമേരിക്കന്, ആഫ്രിക്ക, ഇന്ത്യൻ ഓഷ്യന്, പസഫിക് ഓഷ്യന്, സൗത്ത് അമേരിക്ക, പസഫിക് ഓഷ്യന്, ഇതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഇനി എന്താണ് നമുക്കുള്ള ചോദ്യം? ഒബ്സർവ് ദ മാപ്പ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ആണ് അല്ലേ. കോണ്ടിനെൻറ്റ് ഫൗണ്ട് ടു ദ നോർത്ത് ഓസ്ട്രേലിയ ഏതാണ്? ഏഷ്യ ആണ്. ഓഷ്യൻ ടു ദ വെസ്റ്റ് ഓഫ് യൂറോപ്പ് ഏതാണ്? അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. ദ ലാർജസ്റ്റ് കോണ്ടിനെൻ്റ് ഏതാണ്? ഏഷ്യ ആണ്. ദ കോണ്ടിനെൻറ്റ് ഫൗണ്ട് ബിറ്റ്വീൻ ദ അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ ഏതാണ്? ആഫ്രിക്കയാണ്. ഓഷ്യൻ ടു ദ ഈസ്റ്റ് ഓഫ് ഏഷ്യ പസഫിക് ഓഷ്യൻ ആണ്. Next, activity 6, elections in our country through various stages. A, complete the flow chart of various stages of election. First, appointment of election officers. Second one എന്താണ്? election notification ആണ്. പിന്നെ submission of nomination. Next, scrutiny of nomination. Next, withdrawal of nomination.
നെക്സ്റ്റ് എലക്ഷൻ ക്യാമ്പയിന്, നെക്സ്റ്റ് പോളിംഗ്, ലാസ്റ്റ് കൗണ്ടിങ് ഓഫ് വോട്ട് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് അല്ലേ. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. ഈ പാഠഭാഗങ്ങളൊക്കെ പഠിച്ച് വെച്ച് പോവുക. എല്ലാവർക്കും എല്ലാ മാർക്കും കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.